അനസെ നമുക്കൊരു ഹെലികോപ്റ്റർ റൈഡ് പോയാലോടാ. ഹലോ ഗൈസ്, ചോദ്യത്തിന് കേട്ട പാതിയൊക്കെ പറഞ്ഞ് നമ്മുടെ അനസിനെയും കൂട്ടി വീക്കെൻഡ് ആയപ്പോൾ നേരെ പോയത് പാം ജുമേറയിലേക്ക്. വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷേഖ് സൈദ് റൂട്ടിൽ വലിയ റഷൊന്നും ഫീൽ ചെയ്തില്ല. അങ്ങനെ നമ്മൾ പാം ജുമേറ ഐലൻഡിലെത്തി. പിന്നെ അതേ കാണുന്നൊരു ബിൽഡിംഗ് ആണ് പാം വ്യൂ. ഇതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ഐലൻഡ് ടോട്ടലായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ലൊക്കേഷൻ ഇട്ട് നേരെ ചെന്നത് അറ്റ്ലാന്റിസ് ഹോട്ടലിലാണ്. അങ്ങനെ നമ്മൾ അറ്റ്ലാന്റിസ് ഹോട്ടലും കണ്ട് യൂട്ടേൺ അടിച്ച് നമ്മുടെ നേരെ ഹെലികോപ്റ്റർ റൈഡിന്റെ ലൊക്കേഷനിലേക്ക്. അറ്റ്ലാന്റിസ് ഹോട്ടലിന്റെ ബാക്ക് സൈഡിലായിട്ടാണ് നമുക്ക് ഈ ലൊക്കേഷൻ വരുന്നത്. ഈ കാണുന്ന ഫാൽക്കൺ ടൂർസ് ആണ് ദുബായിൽ ഹെലികോപ്റ്റർ റൈഡ് ഓപ്പറേറ്റ് ചെയ്യുന്ന ടീംസ്. ഹെലികോപ്റ്റർ റൈഡിന്റെ ടിക്കറ്റ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ID വെരിഫിക്കേഷൻ മാത്രമേ കൗണ്ടറിൽ ഉണ്ടായിരുന്നുള്ളൂ. വെരിഫിക്കേഷൻ ഓക്കെ ആയതിനു ശേഷം നമ്മൾ അവിടേക്ക് ഒന്ന് ചുറ്റി നടന്ന് കണ്ടു. നമുക്ക് ഈ വെയിറ്റിംഗ് ലോഞ്ചിൽ ഇരിക്കുമ്പോൾ തന്നെ ഒരുപാട് ഹെലികോപ്റ്റേഴ്സ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതും ഒക്കെ കാണാനായിട്ട് പറ്റും. പിന്നെ അവിടുത്തെ ഒരു സ്റ്റാഫ് ഒന്ന് നമ്മുടെ വെയിറ്റ് ഒക്കെ നോക്കി നമുക്ക് അവയർനെസ്സിനായിട്ടുള്ള ക്ലാസ്സിന് വേണ്ടി അവിടെ കൊണ്ടുപോയിരുത്തി. അങ്ങനെ വേറെയും കുറച്ച് ആൾക്കാരൊക്കെ വന്നു. അങ്ങനെ അവർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഈ ക്ലാസ്സിൽ മെയിൻലി ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ഹെലികോപ്റ്റർ റൈഡിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യാൻ പാടാത്ത കാര്യങ്ങളൊക്കെ അവർ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അങ്ങനെ ആ ക്ലാസ്സിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് വെയിറ്റിംഗ് ഏരിയയിൽ വന്നു. വീണ്ടും നമ്മൾ ഒരുപാട് ഹെലികോപ്റ്റേഴ്സ് ലാൻഡ് ചെയ്യുന്നതും ടേക്ക് ഓഫ് ചെയ്യുന്നതൊക്കെ കണ്ടുകൊണ്ടേയിരുന്നു. ഇവിടെ നമുക്ക് VIP വെയിറ്റിംഗ് ഏരിയയും അതേപോലെ തന്നെ നോർമൽ വെയിറ്റിംഗ് ഏരിയയും അവൈലബിൾ ആണ്. അങ്ങനെ ഒരുപാട് സമയം നമ്മൾ ഹെലികോപ്റ്റർ വരുന്നതും പോകുന്നതും ഒക്കെ കണ്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നു. കാരണം നമ്മളെ ടേൺ എപ്പോഴാണ് വരുന്നത് എന്ന് ആലോചിച്ച് നമ്മളിങ്ങനെ വളരെയധികം എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മളെ സ്റ്റാഫ് വന്ന് വിളിച്ചു. അങ്ങനെ അവർ നമുക്ക് സേഫ്റ്റി എക്യുപ്മെന്റ്സ് ഒക്കെ തന്ന് നമ്മളെ റെഡിയാക്കി സെറ്റാക്കി നിർത്തി. അങ്ങനെ നമ്മൾ റെഡി ആയതിനു ശേഷം അവിടുത്തെ സ്റ്റാഫ് വന്ന് നമ്മളെ ഗൈഡ് ചെയ്ത് ഹെലികോപ്റ്ററിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ നമ്മൾ അവിടുത്തെ സ്റ്റാഫിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് നമ്മൾ ഹെലികോപ്റ്ററിൽ കയറി. അങ്ങനെ കയറിയ ശേഷം ഹെഡ്ഫോൺസും സേഫ്റ്റി ബെൽസും ഒക്കെ അവിടുത്തെ സ്റ്റാഫ് തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് സെറ്റ് ചെയ്ത് തരും. അങ്ങനെ എല്ലാ സേഫ്റ്റിയും കൺഫേം ചെയ്ത് ഒരു ഫോട്ടോയും എടുത്ത് ടേക്ക് ഓഫിനായിട്ടുള്ള സിഗ്നലിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യും. അങ്ങനെ സിഗ്നൽ കിട്ടിയ ശേഷം ഹെലികോപ്റ്റർ പയ്യെ ടേക്ക് ഓഫ് ചെയ്തു. ഫസ്റ്റ് ടൈം ഹെലികോപ്റ്ററിൽ കയറുന്നതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു. ടേക്ക് ഓഫിന് ശേഷം നമ്മൾ ഫസ്റ്റ് കാണുന്ന വ്യൂ അറ്റ്ലാന്റിസ് ഹോട്ടലാണ്. അറ്റ്ലാന്റിസ് ഹോട്ടലിന്റെ ഭംഗി ആസ്വദിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് താഴെ ക്രൂസ് ബോട്ട്സും പോകുന്നതായിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ അറ്റ്ലാന്റിസ് ഹോട്ടലിൻ്റെ അവിടെ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് വന്നു കഴിയുമ്പോൾ നമുക്ക് പാം ജുമേറ ഐലൻഡിൻ്റെ ഒരു ഫുൾ വ്യൂ കിട്ടും. അങ്ങനെ പാം ജുമേറ ഐലൻഡിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പിന്നീട് നമ്മൾ ഫ്ലൈ ചെയ്യുന്നത് ബുർജ് അൽ അറബ് ഹോട്ടലിൻ്റെ മുകളിലൂടെയാണ്. അങ്ങനെ ബുർജ് അൽ അറബ് ഹോട്ടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മൾ ബീച്ച് സൈഡിലൂടെ വീണ്ടും ഇങ്ങനെ ഫ്ലൈ ചെയ്യാണ്. ഏത് സൈഡിൽ നോക്കിയാലും വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് കാണാൻ കഴിഞ്ഞത്. ഈവനിങ് ടൈമിൽ ഹെലികോപ്റ്റർ റൈഡ് ബുക്ക് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് സൺസെറ്റ് വ്യൂ കാണാനായിട്ട് പറ്റി. അങ്ങനെ നമ്മൾ മനോഹരമായിട്ടുള്ള ഈ സൺസെറ്റ് കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഹെഡ്ഫോണിൽ പുതിയ ഇൻസ്ട്രക്ഷൻ വന്നത്. റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ദുബായിയുടെ ഐക്കോണിക് ബിൽഡിംഗ് ആയിട്ടുള്ള ബുർജ് ഖലീഫ കാണാൻ പറ്റും. അങ്ങനെ ആ കാഴ്ച നമ്മൾ വളരെയധികം എൻജോയ് ചെയ്തു. പിന്നീട് നമ്മൾ ആ ഏരിയയിൽ നടക്കുന്ന ഒരുപാട് പുതിയ ഐലൻഡുകളുടെ ഒക്കെ കൺസ്ട്രക്ഷൻസ് കണ്ടു. ടോട്ടലി നമുക്ക് 12 മിനിറ്റാണ് ഹെലികോപ്റ്റർ റൈഡ് വരുന്നത്. പ്രത്യേകിച്ച് ഇത് ഈ ക്ലൗഡ്സിൻ്റെ ഇടയിൽ നിൽക്കുന്ന സൂര്യനും തൊട്ട് താഴെ കടലൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെയധികം റിഫ്രഷ്മെൻറ്റ് ഫീൽ ചെയ്യും. അങ്ങനെ വളരെയധികം